ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് വരെ പോവുകയാണ് കേട്ടോ. അവിടെ ഒരു ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 4:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം 6 മണി 7 മണി അടുത്താകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം വഴിപണികളും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ രാവിലെ ആയതുകൊണ്ട് ഒട്ടും തിരക്കോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്നിപ്പം ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കോഴിക്കോടൊക്കെ എത്താറായപ്പോഴത്തേക്കും കഴിച്ചായിരുന്നു. ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട് സമയം. നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തിരക്കെന്ന് പറയാനായിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയും ബസ്സോ അല്ലെങ്കിൽ ലോറികളോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. എല്ലാവർക്കും സത്യത്തിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയനാട് ഈ ചുരം കയറി ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളതാണ്. വലിയ തിരക്കില്ല, തിരക്ക് കുറവാണ്. പക്ഷേ നമ്മുടെ അവിടുത്തെ എറണാകുളം സൈഡിലേക്ക് നമുക്കൊക്കെയുള്ള ചൂട് പോലെ വലിയ ചൂടൊന്നുമില്ല. പിന്നെ വണ്ടിക്കകത്തുള്ള ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂട് അറിയുന്നുമില്ല കേട്ടോ. പുറത്തിറങ്ങിയാലും വലിയ ചൂടൊന്നുമില്ല. കുറച്ച് ഇടയ്ക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ 1-2 കുരങ്ങന്മാരൊക്കെ വഴി കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലോറി എന്തെങ്ങാണ്ട് വളച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഒരു 5 മിനിറ്റ് അടുത്തൊക്കെ നിന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല വ്യൂ ആട്ടോ. ഇവിടെ എപ്പോഴും ഈ സ്കൈ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട സമയത്ത് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്താട്ടോ. ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ബ്ലോക്കൊന്നുമില്ല, നമുക്ക് പിന്നെ അങ്ങ് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ കയറാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് എപ്പോഴും ഇതിൻ്റെ മറ്റേ നമ്മൾ മാപ്പിട്ടാൽ പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ റോഡുകളൊക്കെ കാണിച്ചു തരുമ്പോൾ നമ്മളങ്ങനെ കയറി പോകുമ്പം മെയിൻ റോഡിലൊക്കെ ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവാറുണ്ട്. നമുക്ക് അത്ര ധാരണയൊന്നുമില്ല ഇതിനെക്കുറിച്ച് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഒരു സ്ഥലം നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് കയറി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ലോഡ്സ് 83 എന്ന് പറഞ്ഞൊരു റിസോർട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 2 വീക്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. കപിൽ ദേവ് വന്ന് ഇനാഗുറേറ്റ് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എത്തി. അപ്പോൾ ഞങ്ങളൊരു 3 മണി ആകാറായപ്പോഴത്തേക്ക് അവിടെ എത്തിയായിരുന്നു. അധികം ആൾക്കാരോ അങ്ങനത്തെ ബുക്കിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, പ്രൈവറ്റ് പൂളുള്ളൊരു ഒരു വില്ല കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. അപ്പം ഇവർക്ക് കോമൺ പൂളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടത്തേക്കില്ല കേട്ടോ. അവിടെ അത്യാവശ്യം നല്ലൊരു തണുപ്പാണ്, ചെറിയൊരു കാറ്റും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെന്നു. ഇതാണ് അവരുടെ ഇതുണ്ട്, ചെടികളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കും ഒരു 2 വീക്സൊക്കെ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഭയങ്കര നല്ല രസമാട്ടോ കാണാനായിട്ട്. ഇങ്ങനെയാണ് കംപ്ലീറ്റ് അവർ ബിൽഡിങ് ഇതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഒരു സ്റ്റെയർ ഇറങ്ങി നമുക്ക് കുറച്ച് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ റൂമിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതാ കയറി ചെല്ലുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇത് 2 സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രൈവറ്റ് പൂള് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ വില്ലയ്ക്കകത്ത് ഈ ഒരു ബിൽഡിങ്ങിൽ 3 ഫ്ലോറാണുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ പല പല സൈഡിലായിട്ട് ഇവർക്കുണ്ട്. പിന്നെ ഇതാണ് ബാത്റൂമൊക്കെ. അപ്പം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്കിതിൻ്റെ പ്രൈവറ്റ് പൂള് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ചാടിക്കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കയറി വരുന്ന വഴികളും പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയയും അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ കളിക്കാനായിട്ട്. അപ്പോൾ അമ്മ ചെന്ന പാടെ അതിനകത്തേക്ക് കാലൊക്കെ ഇട്ടിരിക്കട്ടെ. പക്ഷേ നമ്മുടെ ഈ പ്രൈവറ്റ് പൂളിനകത്തുള്ള വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. അത് കോമൺ പൂളിനകത്ത് അത്രയ്ക്ക് വലിയ തണുപ്പില്ല, ചെറുതായിട്ടൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഹൈറ്റൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു. പക്ഷേ കോമൺ പൂളിനകത്ത് നമുക്ക് പിള്ളേർക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയില്ല. അമ്മു ഇതിനകത്തൊക്കെ കുറേ നേരം കിടന്നായിരുന്നു. ഭയങ്കര തണുപ്പാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെയുള്ള കോമൺ പൂളിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് സ്പെൻഡ് ചെയ്തായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഇലയൊക്കെ ആയതുകൊണ്ട് അവരിപ്പോൾ ഇത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ്റടിക്കുമ്പോൾ അവിടുന്ന് കംപ്ലീറ്റ് ഇല ഇതിലേക്ക് വന്ന് ചാടുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒന്നും നിന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് ഇവിടുത്തെ കോമൺ പൂൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു. അപ്പം പിള്ളേരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ ഇരിക്കാനും അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്.
ഇതിൻ്റെ അപ്പുറത്ത് ഒരു എന്താ പറയുക ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. അവിടെ എന്താ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ഞാനും അമ്മും കൂടെ ഇറങ്ങാനായിട്ട് റെഡി ആവുകയാണ്. ഞങ്ങളെല്ലാവരും അതിനകത്ത് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങളാണ് അവിടെ ആദ്യം ചെന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നായിരുന്നു കേട്ടോ. 2-3 ഫാമിലിയും കൂടെ, 3 അല്ല അതിൽ കൂടുതലുണ്ടായിരുന്നു, അവരും കൂടെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ വന്ന് ഒരുപാട് തിരക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കയറിപ്പോയിട്ട് പിന്നെ അപ്പോഴത്തേക്കും ഒരു 6:30-7 മണി ആകാറായി കേട്ടോ. ഇവിടെ നിന്ന് സമയം പോകുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന പോലും ഒന്നുമില്ല, ഇരുട്ടാകാനൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം അമ്മൂനെയൊക്കെ കളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കയറിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീണ്ടും ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചില്ല, നമ്മൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ